മൗലിദിന്റെ സദസ്സുകളിൽ ആളില്ലാതെ പോയല്ലോ. സുന്നികളായ നമ്മൾ തന്നെ എല്ലാ വിഷയത്തിലും മുൻപന്തിയിലൊക്കെ നബിദിന റാലി നടത്തും സംഭവങ്ങളൊക്കെ ഉണ്ട്. മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ കുറഞ്ഞു. എല്ലാം വെളിയിലാണ്. ചീരണി എടുക്കുന്ന എവിടെയാണ്? നല്ല പൊറോട്ട അടിക്കുന്ന സ്ഥലത്ത് ആചാര്യം പോയി നിൽക്കുകയാണ്. നല്ല നെയ്ച്ചോറും സംഭവം ഉണ്ടെങ്കിൽ ആചാര്യം അവിടെയാണ്. വിറക് പുരയിലാണ് ഹാജിയാരുടെ സ്ഥാനം. അല്ല, പള്ളിയുടെ ഉള്ളിൽ മൗലിദിന്റെ സദസ്സുണ്ടോ, വീട്ടിന്റെ ഉള്ളിൽ മൗലിദിന്റെ സദസ്സുണ്ടോ, അവിടെ ഇരിക്കണം, ആ സദസ്സിൽ പങ്കെടുക്കണം. അതിലാണ് ഖൈർ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ ഭാഗവാക്കാകണേ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹ് ശമാഇലിൽ രേഖപ്പെടുത്തി വെച്ചതായ വസ്തുതകളെ മഹാനായ മർഹൂം ശൈഖുനാ തഅവാ ഉസ്താദ് റഹിമഹുല്ലാഹ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആദരവായ പ്രവാചകരുടെ മദ്ഹ് നിങ്ങൾ ചൊല്ലണേ. പള്ളികളിൽ മാത്രമല്ല വീടുകളിലും പാരായണം ചെയ്യണേ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മക്കളെ ചേർത്തിരുത്തിയിട്ട് മഖൂസ് മൗലിദ് പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ തയ്യാറാവണേ. അതിലെ ഒരു ഹിക്കായത്തെങ്കിലും എടുത്തുദ്ധരിച്ച് ആ ബൈത്തുകൾ ചൊല്ലിക്കൊണ്ട് ബറക്കത്തെടുക്കണേ. കള്ളന്റെ ശല്യം പരിപൂർണമായി ഒഴിവാകും. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയ തൊട്ട്, നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മാരണങ്ങളെ തൊട്ട്, എല്ലാവിധമാകുന്ന മോശമാകുന്ന മുസീബത്തുകളില്ലയോ, എല്ലാവിധമാകുന്ന ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്. നബിയുടെ മദ്ഹ് ചൊല്ലിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മോശപ്പെട്ട കവിതകളെ ചൊല്ലിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ നിലകൊള്ളുമ്പോ അവർക്ക് എതിരിൽ മനോഹരമായ കവിതാ ശകലങ്ങൾ തീർക്കുകയാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാണ് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടുന്നത്? പ്രസിദ്ധനായ സ്വഹാബിയല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു فعند الله في ذاك الجزاء. هجوت محمدا برا تقيا رسول الله شيمته الوفاء. നബി തങ്ങൾക്ക് എതിരിൽ മോശപ്പെട്ട കവിത ചൊല്ലി നബിയെ ആക്ഷേപിച്ചതാകുന്ന ആളുകൾക്ക് എതിരിൽ മനോഹരമായ വർണ്ണനയുള്ള കവിതകൾ ചൊല്ലി നബിയെ പുകഴ്ത്തുകയാണ് സ്വഹാബി. ഹജൗത മുഹമ്മദൻ, നീയല്ലേ നബിയെ ആക്ഷേപിച്ചുകൊണ്ട് മോശപ്പെട്ട കവിതകൾ ചൊല്ലിയത്? എന്നാൽ ഫഅജിബ്തു അൻഹു, നിനക്ക് ഞാനിതാ മറുപടി നൽകുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ ആക്ഷേപിച്ചതാകുന്ന ആളുകൾക്ക് ഞാനിതാ കൃത്യമായി മറുപടി നൽകുന്നു. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. ഉറപ്പായും എനിക്കതിൽ പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ടാണ് ആക്ഷേപിക്കുന്നവരിൽ ഞാനിതാ മറുപടി നൽകുന്നത് എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ, നീ ആരെയാണ് ആക്ഷേപിച്ചതെന്നറിയുമോ? ഇത് അല്ലാഹുവിന്റെ റസൂലാണ്.
വ്യക്തിയാണ്. ലോകത്തുള്ള സർവർക്കും എല്ലാ ഗുണങ്ങളിലേക്കും എത്താനുള്ള ആൾ ഈ വ്യക്തിയാണ്, എത്തിയാണ്. എല്ലാ ഗുണകാംക്ഷമാകുന്ന പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങളെ എത്താനുള്ള ഹേതു ഈ വ്യക്തിയാണ്. അദ്ദേഹം തഖിയാണ്, അദ്ദേഹം നഖിയാണ്, പരിശുദ്ധനാണ്. എല്ലാ നന്മകളും ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. എല്ലാ തിന്മകളെയും തടയുകയും അത് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശീമതുഹുൽ വഫാഉ. ഇതെന്റെ പ്രവാചകനാണ്. ആ പ്രവാചകരുടെ ശൈലി ഏതെന്നറിയുമോ? എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വാഗ്ദത്ത ലംഘനം നടത്തുന്ന വ്യക്തിയല്ല, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പാടുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ ആലപിക്കുകയാണ്. അറിയണേ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തതാകുന്ന ഈ സ്വഹാബിക്ക് വേണ്ടി മദീന പള്ളിയിൽ തന്നെ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തു. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നബിയെ മദ്ഹ് ചെയ്ത ഈ വ്യക്തിക്ക് വേണ്ടി ഒരു മിമ്പർ തന്നെ മദീന പള്ളിയിൽ സ്ഥാപിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില ആളുകൾ പറയാറുണ്ട് നബിയുടെ കാലത്ത് മൗലിദില്ലായിരുന്നു. അത് വിവരമില്ലാത്ത ആളുകളാണ്. എല്ലാവരും ഒന്ന് ബക്കറ്റ് വിരിവ് കരിശമാക്കുക. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കാൻ നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങൾ ചേർക്കട്ടെ. റസൂലുള്ളാഹിനോടുള്ള ഇഷ്കും അനുരാഗവുമുള്ളവരായി അല്ലാഹു നമ്മളെല്ലാം കബൂലാക്കുമാറാവട്ടെ. ഈ റബീഉൽ അവ്വലിൽ നമ്മൾ കൊടുക്കുന്ന സദഖ ഏറ്റവും മനോഹരമായ സദഖയായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നബിയോട് മഹബത്ത് വെച്ച് ഒരുമിച്ച് കൂടിയ ഒരു വേദി കൂടിയാണ് നമ്മുടെ ഈ സദസ്സ്. അല്ലാഹു റസൂലുള്ളാഹിയോടുള്ള ഇഷ്ക്, അനുരാഗം നമ്മളിലും നമ്മുടെ സന്താന പരമ്പരകളിലും കൂട്ടുകുടുംബാദികളിലും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കട്ടോ. ബിസ്മില്ലാ. നിങ്ങൾക്കറിയാമല്ലോ നിയ്യത്ത്. നമ്മുടെ പള്ളിയുടെ പണി അൽഹംദുലില്ലാ പുനരുദ്ധാരണം തുടങ്ങിയിരിക്കുകയാണ്. അത് മനോഹരമായ നിലയിൽ നമുക്കത് പൂർത്തീകരിക്കണം. കോടികൾ നമുക്കതിന് അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായ സദഖ നൽകുക. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു മുസല്ല 25,000 രൂപയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നൽകാൻ പറ്റുന്നവർ ഈ സദസ്സിലുണ്ട്. ഒരു പവൻ സ്വർണം കൊടുത്തുകൊണ്ട് പള്ളിക്ക് വേണ്ടി കൊടുത്ത് സദഖ ചെയ്യാൻ പറ്റുന്ന സഹോദര സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ട്. 25,000-വും 10,000-വും 5,000-വും അടക്കം നമ്മളെ കൊണ്ട് പറ്റുന്ന തുകകളൊക്കെ നൽകി ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ ഭാഗമാക്കാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമേ ഉണർത്തുന്നത് കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ അതിനുവേണ്ടി സജ്ജരാകണമെന്ന് ഉണർത്തുകയാണ്. ദുആ ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ നൽകിയിട്ടുള്ള എല്ലാവരുടെയും സദഖകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ ഇവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നതായ ആളുകൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് തെറ്റുപറ്റി. ഇഷ്ടം പോലെയുണ്ട്. അന്നാണ് മദ്ഹ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തതുപോലെ സ്വഹാബത്ത് പ്രകീർത്തിച്ചതുപോലെ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ഓദിക്കോ. മൗലിദിന്റെ സദസ്സൊക്കെ കാണുമ്പോൾ നിസാരമായി കാണണ്ട. നമ്മുടെ പള്ളികളിൽ വീടുകളിലൊക്കെ മൗലിദിന്റെ സദസ്സ് സജീവമാകണം. 1 മുതൽ 30 വരെ ഓതുന്ന ഒരു ശീലമാണ് മലബാറുകാർക്കുള്ളത്. അങ്ങനെ തന്നെ വരണം. ആ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പോരാ, എപ്പോഴും ഉണ്ടാവണം ആ സ്നേഹം, എപ്പോഴും ഉണ്ടാകണം ആ പറച്ചിലും ആ ചരിത്രങ്ങൾ പഠിക്കലും. ഇത്തരത്തിലുള്ള ഗദ്യപദ്യ സമ്മിശ്രമായ പ്രവാചകരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മനോഹരമായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിദ് ഗ്രന്ഥങ്ങൾ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യണം. അതിൽ നമുക്ക് ഖൈറേ ഉള്ളൂ, അതിൽ നമുക്ക് ബറക്കത്തേ ഉണ്ടാവുള്ളൂ.
നമ്മുടെ കുടുംബജീവിതം ബർക്കത്തുണ്ടാകും, മക്കളൊക്കെ സ്വാലിഹീങ്ങളായി തീരും. കുടുംബത്തെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ശാമകരിബിനിടയിൽ ഒരു ഹിക്കായത്തെങ്കിലും ഓതി ആ പദ്യങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു ശീലം നമുക്ക് വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാസീത മനുഷ്യനായി കാണല്ലേ. എത്രയെത്ര മുഅ്ജിസത്തുകളാണ്, എത്രയെത്ര അമാനുഷികമായ സംഭവങ്ങളാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നല്ല വിശപ്പ്, എനിക്ക് കഠിനമായ വിശപ്പുള്ള സമയം, അദ്ദേഹം അടക്കം പ്രസിദ്ധരാകുന്ന 70ഓളം സ്വഹാബത്ത് അഹ്ലുസ് സുഫയുടെ ആളുകളാണ്. നിങ്ങളൊക്കെ ഉംറ ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. ഹജ്ജ് ഉംറയും ചെയ്ത ആളുകളൊക്കെ ഒന്ന് കൈയുയർത്തിക്കേ. എത്ര പേരുണ്ട് നോക്കട്ടെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ വീണ്ടും പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. പോകാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അനധിവിദൂര ഭാവിയിൽ അടുത്ത വർഷം തന്നെ ഹജ്ജിനും ഉംറയ്ക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ വർഷമൊക്കെ ഹജ്ജിന് വേണ്ടി കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മദീനയിലെത്തിയാൽ നമ്മൾ റൗള സന്ദർശനം നടത്തും. പുണ്യ റൗളയിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ ബാബു നിസാ എന്നെഴുതപ്പെട്ട വാതിലിലൂടെ അകത്തേക്ക് കയറി ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ തട്ട് നമ്മൾ കാണുക. ഈ സ്റ്റേജിന്റെ വലിപ്പം ഉള്ളതുപോലെ ഒരു തട്ട് കാണും. എന്താണത്? സുഫത്തിന്റെ അഖിലുകാർ, അഹ്ലു സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് നബി തങ്ങളോടൊപ്പം നിലകൊണ്ടവർ. നബിയാണ് അവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. പല സ്വഹാബത്തിന്റെ വീട്ടുകളിലേക്കും പലരെ ഏൽപ്പിച്ചു. തനിക്ക് കിട്ടുന്നതായ സദഖയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നൽകിക്കൊണ്ടും പ്രിയപ്പെട്ട ഹദിയായി കിട്ടുന്നതായ സർവ്വതും പ്രിയപ്പെട്ട അനുയായികൾക്ക് ഭക്ഷണമായി കൊടുത്തുകൊണ്ടുമൊക്കെ അവരെ സന്തോഷിപ്പിച്ച് വിജ്ഞാനം കൊടുത്തിരുന്നു അഹ്ലുസ് സുഫയുടെ ആളുകൾ. നബിയുടെ വീട്ടുമുറ്റത്ത് തന്നെ തമ്പടിച്ചിരുന്ന അവർ 70ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രമുഖനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ, ഒരു ദിവസം എനിക്ക് നല്ല വിശപ്പ്, ഇശാ കഴിഞ്ഞ സമയമാണ്. ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു നിന്നു. സ്വഹാബത്തിൽ ഓരോരുത്തരും പോകുമ്പോൾ ഞാൻ അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശൈലിയും എൻ്റെ രീതിയും എൻ്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സലാം പറച്ചിൽ. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. നമ്മുടെ പള്ളികളിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്നും ജുമായ്ക്കും ജമാഅത്തിനും ഒക്കെ സംസ്കാരത്തിന് പോകുമ്പോൾ പണ്ട് കാലം മുതലേ ആളുകൾ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് എഴുന്നേറ്റ് പള്ളിയുടെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കും. പഴയ കാലത്തെ ഹാജിയാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ, വാ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും, അല്ലേ? അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ശീലം അത് അന്നുമുണ്ട്, ഇന്നും പല ആളുകൾ അത് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്ര മുതഅല്ലിമീങ്ങൾക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ സലാം പലരോടും പറഞ്ഞിട്ടും എല്ലാവരും സലാം മടക്കിയതല്ലാതെ ആരും എന്നെ കൊണ്ടുപോയില്ല. ആർക്കും അങ്ങോട്ട് തിരിഞ്ഞില്ല, മനസ്സിലായില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ പിന്നെ നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഒരു ആയത്തിന്റെ സംശയം ചോദിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ആ ആയത്തിൽ യാതൊരു സംശയവും ഇല്ല, എനിക്കതിന്റെ അർത്ഥം അറിയാം, 10 ശറഹ് എഴുതാനുള്ള കിതാബിന്റെ വിവരമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഈ സംശയം ചോദിക്കലും അതിന്റെ ഉത്തരം പറയുന്നതിന് വേണ്ടി ഇടയിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യം തിരിഞ്ഞോട്ടെ, ഞാൻ നല്ല വിശപ്പുള്ള ആളാണെന്ന് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആയത്ത് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നല്ല വൃത്തിക്ക് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു, അതിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ശരി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് മുമ്പ് വീട്ടിൽ പോയി. സംഭവം ഏശിയില്ല. അടുത്ത ആൾ വന്നു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടും ഇതേ ആയത്തിന്റെ തന്നെ അർത്ഥം ചോദിച്ചു. അദ്ദേഹം പറയുന്നു, അപ്പോഴെനിക്ക് അർത്ഥമൊക്കെ അറിയാം, എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്? ഇതിലൂടെ വർത്തമാനത്തിലൂടെ തന്നെ തിരിയട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഭക്ഷണത്തിലേക്ക് ആവശ്യമുണ്ടെന്ന്, അത്രയേറെ വിശപ്പുണ്ട്. പക്ഷെ അഭിമാനം കൊണ്ട് പറയാൻ അവർക്ക് ആർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആയത്ത് ചോദിച്ചു, അർത്ഥം പറഞ്ഞു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പോയി. പ്രതീക്ഷയെല്ലാം മങ്ങി നിൽക്കുമ്പോൾ പ്രതീക്ഷയിലുള്ള ഒരാളുണ്ട്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക് കയറും തോന്നുമ്പോഴാണ് പള്ളിയുടെ വാതിക്കൽ നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയിട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ബീവി, എന്റെ കൂടെ ഇതാ അബൂ ഹുറൈറയുണ്ട്, അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്, വലിയ സംശയങ്ങളും ബാക്കിയുണ്ട്. അദ്ദേഹത്തിന്റെ വിവരമൊക്കെ നബിക്കറിയാം. എന്താണുള്ളത് പറഞ്ഞു നബിയെ. അല്പം ഒരു ചെറിയ പാത്രത്തിൽ അല്പം പാലിരിപ്പുണ്ട്, വേറൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പാലുണ്ട് കേട്ടോ, നല്ല പാല്, മാഷാ അല്ലാഹ്. പാലെന്ന് പറഞ്ഞാൽ എല്ലാ ഗുണഗണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ആഹാരമാണേത് പാല് എന്ന് പറയുന്നത്. പാലല്ലാത്ത ലോകത്ത് ഏത് ഭക്ഷണം കിട്ടിയാലും നമ്മൾ എന്ത് ദ്വാരക്കണം? നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, അല്ലാഹുമ്മ റുസുഖ്നി ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ ഉത്തമമായത് കിട്ടണേ എന്ന് ദ്വാരക്കണം. ഏത് ഭക്ഷണം, ലോകത്ത് ഏത് ഭക്ഷണം കഴിച്ചാലും പാലല്ലാത്ത മറ്റേത് വിഭവം കഴിച്ചാലും എന്ത് ദ്വാരക്കണം? ഇതിനേക്കാൾ ഉത്തമമായത് തരണേ അള്ളാഹു എന്ന് ദ്വാരക്കണം. പാല് കിട്ടിയാൽ ദ്വാരക്കണം, അള്ളാഹു ഇതിൽ ബറക്കത്ത് ചെയ്യണേ, അല്ലാഹു മസീദ് ഹാദാ, ഇത് എനിക്ക് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം എന്താ? പാല് എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല സമ്പന്നമായ ഒരു ആഹാരമാണ്, നല്ലൊരു ഭക്ഷണമാണത്. നല്ല പാല് കിട്ടണം, നല്ല ആട്ടിൻപാല് അല്ലെങ്കിൽ നല്ല പശുവും പാല്. ആടാണ് ഏറ്റവും നല്ലത്. നല്ല കറന്ന് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ റാഹത്താണ്. ഇപ്പൊ ഇഷ്ടം പോലെ പാൽ ഉൽപ്പന്നം ഇറങ്ങിയിട്ടുണ്ട്, പല കമ്പനിയും പല കുപ്പിയും, മുരളിയ അത് ഇതെന്നൊക്കെ അറിയില്ലേ. ഇപ്പൊ വൈറ്റി എന്ന് പറഞ്ഞ പുതിയൊരു പാല് ഇറങ്ങുന്നുണ്ട്, കുപ്പിപ്പാൽ ഇറങ്ങുന്നുണ്ട്, അല്ലാതെ കവർ പാലുണ്ട്, പല കമ്പനികളുണ്ട്. ഏറ്റവും നല്ലത് എന്താ? നമുക്ക് പരിചയസമ്പന്നരായ ആരെങ്കിലും ഇത്തരത്തിലുള്ളതാകുന്ന ആട് മാടു ഒക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ നല്ല ആട്ടിൻപാല് തന്നെ വാങ്ങിയിട്ട് അത് കറന്ന് അത് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയ ഏറ്റവും ബെറ്ററാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആഹാരം നബിതങ്ങൾ പരമാവധി കുടിച്ചിരുന്നതും അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മക്കൾക്കൊക്കെ കൊടുക്കുക, നല്ല ബുദ്ധി കൂർമ്മത ഓർമ്മശക്തിയൊക്കെ കിട്ടും. എല്ലാ ദിവസവും കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ ദ്വാരക്കണം, അല്ലാഹു മസീദ് ഹാദാ, ഇത് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദ്വാരക്കണം. അതുകൊണ്ട് തന്നെ അത് കുടിച്ചാൽ, എന്തിനാ അത് പറഞ്ഞത്? ഭക്ഷണത്തിനും പാനീയത്തിനും എല്ലാം ഉൾപ്പെട്ടതുമാണ് അത്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, പാല് കുടിച്ച് സംതൃപ്തിയടയ, നല്ല പുഞ്ചിരി വന്നു, മുഖത്തൊക്കെ സന്തോഷം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നാദി മല്ലഹും ജൂഉൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വിശന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരെല്ലാം വിളിച്ചു കൊണ്ടുവരിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ പോയി വിളിക്കാനെന്ന് അല്ലാഹ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സാധാരണ ഭക്ഷണത്തിന് ക്ഷണിക്കാൻ പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ പെട്ടെന്ന് പോയി എല്ലാവരും ക്ഷണിക്കും. പക്ഷെ അന്ന് എനിക്ക് വലിയ സങ്കടമായി പോയി, മനസ്സിന് വിഷമമായി പോയി. കാരണം എന്താണ്? ഭക്ഷണം ആകെ അല്പേ ഉള്ളൂ, അല്പം പാലാണുള്ളത്. ഇത് ഈ കൗമിനെല്ലാം വിളിച്ചോണ്ട് വന്നാൽ എനിക്ക് കിട്ടത്തില്ല, ആകെ ടെൻഷനായി. അങ്ങനെ ഞാൻ നബിതങ്ങൾ പറഞ്ഞതല്ലേ, നേരെ പള്ളിയിൽ പോയി. പള്ളി തൊട്ടടുത്താണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ പരിസരം തന്നെയാണ് മദീന പള്ളി. ഞാൻ പള്ളിയിൽ ചെന്നുകൊണ്ട് വിളിച്ചു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് പള്ളിയിലുണ്ടായിരുന്നത്, വിശന്ന് വലഞ്ഞ പള്ളിയിലുണ്ടായിരുന്നത് 60ഓളം സ്വഹാബത്തായിരുന്നു. 60 പേര് വിളി കേട്ടുകൊണ്ട് വന്നു. അല്ലാഹ്. അപ്പൊ എന്റെ മുഖം ഒന്നുകൂടി മ്ലാനമായി. കാരണം എന്താ? ഏകദേശം തീരുമാനമായി, പട്ടിണി ദായിമായെന്ന് മനസ്സിലായി. അല്ലാഹു മളക്കാക്കട്ടെ. 60 പേരാ വന്നിരിക്കുന്നത് ഈ പാൽ അല്പം കുടിക്കാൻ വേണ്ടി. നബി പറഞ്ഞിട്ട് പോയി വിളിച്ചതാണ്. വിളിച്ചപ്പോ പള്ളിയിൽ നിന്ന് എല്ലാവരും ഇങ്ങ് വന്ന്. അല്ലാഹു, എല്ലാവരും വീട്ടുപടിക്ക വന്നിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിലെ പാലെടുത്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറയുകയാണ്, നാവിൽഹും, അബൂ ഹുറൈറ, നീയാണ് ഇവർക്കെല്ലാവർക്കും നൽകേണ്ടത്. സാഖിൽ ഖൗമി ആഖിറുഹും, നീയാണ് അവസാനവും കുടിക്കേണ്ടതും, എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, പഠിച്ചു വെക്കണേ, റസൂലുള്ള ഒരു സാദാസീത മനുഷ്യനാണെന്ന് പറയുന്ന ആളുകൾ ഇന്നും ബിദ്അത്തിന്റെ ആളുകൾ സമൂഹത്തിലുണ്ട്. ഈ സമുദായത്തെ വഴിപിഴപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാദാസീത മനുഷ്യനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യിലേക്ക് ആ പാലിന്റെ പാത്രം തന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നോട് പറഞ്ഞു, സാഖിൽ ഖൗമി ആഖിറുഹും, ഈ സമൂഹത്തിന് കുടിപ്പിക്കുന്ന നീ അവസാനമേ കുടിക്കാവുള്ളൂ.
കുടിക്കത്തുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ നബി തങ്ങൾ പറഞ്ഞതിന് പ്രകാരം അനുയായികൾ കുഴിച്ചു കൊടുത്തു. എല്ലാവരും വയറ് നിറച്ചു കുടിക്കുകയാണ്. 60ഓളം സ്വഹാബത്ത് കുടിച്ചു. ഞാൻ പാത്രത്തിലേക്ക് നോക്കി, മിച്ചമാണ്, അതേപോലെ തന്നെയുണ്ട്. ഞാനും വയറ് നിറച്ചു കുടിച്ചു. റസൂലുള്ളാഹി കൊടുത്തു, നബി തങ്ങളും കുടിച്ചു. വീണ്ടും ആ പാത്രം നോക്കുമ്പോ അതേപോലെ തന്നെ ബാക്കിയുണ്ട്. ഇതൊരു സാദാസീത മനുഷ്യനല്ല. അതാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചത്. വമിനൽ സീരി സഖാ വഅതഅമ ജൈശഹു ഹത്താ തഫവ യസീറുഹു ലം യൻഫദി. ഇതൊരു സാദാസീത മനുഷ്യനായി കാണരുതേ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭം ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെല്ലാവരും വിശന്ന് വലഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് 2.5 കിലോമീറ്ററോളം മതിയതാകുന്ന കിടങ്ങ് കുഴിക്കാൻ. 2 മലകൾ കാണിച്ചു തന്നു. അതിനിടയിൽ വലിയ കിടങ്ങ് തീർക്കണം. മദീനയിൽ പോയി മദീന സിയാറത്ത് നടത്തിയിട്ടുള്ള വിശ്വാസികൾ കണ്ടിട്ടുണ്ടാകും. പരിശുദ്ധമാക്കപ്പെട്ട ഖന്തക്കിന്റെ പരിസരം, മസ്ജിദുൽ ഫതഹും അതിനോട് അനുബന്ധിച്ച് 7 പള്ളികളും ഇന്ന് ആ കിടങ്ങ് നിന്ന സ്ഥലം മുഴുവൻ റോഡായി പോയി. അത് 2 മലകൾക്കിടയിലുള്ള വലിയതാകുന്ന 2.5 കിലോമീറ്ററോളം നീളമുള്ള, 4 മീറ്ററോളം വലിയതാകുന്ന വീതിക്കുള്ള, 3 മീറ്ററോളം ആഴമുള്ളതായ വലിയതാകുന്ന കിടങ്ങ് കുഴിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്. എല്ലാ സ്വഹാബത്തും പിക്കാസുമായി ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ട് വലിയ പാറകൾ വെട്ടി നിരത്തുകയാണ്. സ്വഹാബത്ത് പറയുകയാണ്, വിശപ്പ് വല്ലാതെ കൂടി, ഞങ്ങളുടെ ശരീരം വല്ലാതെ ചൂടായി നിൽക്കുന്ന ശരീരത്തിലേക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി പാറ പൊട്ടിച്ചെടുത്തതാകുന്ന പാറയുടെ കഷ്ണമെടുത്ത് ഞങ്ങളുടെ വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി. എന്തിനാണ്? പാറയ്ക്കൊരു തണുപ്പുണ്ടല്ലോ, പാറ കല്ലുകൾക്ക് തണുപ്പുണ്ടല്ലോ. ആ തണുപ്പ് കിട്ടിയിട്ട് വയറൊന്ന് സമാധാനം പുൽകട്ടെ, വയറൊന്ന് ആശ്വസിക്കട്ടെ എന്ന് കരുതിയിട്ട് വിശപ്പിന്റെ കാഹളം കൂടിയപ്പോ പാറ പൊട്ടിച്ചെടുത്തിട്ട് വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിലകൊണ്ടു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, 3 നേരം മൃഷ്ടാന ഭോജനം നടത്തിയിട്ട് 4ാമത്തെ നേരത്തിന് വേണ്ടി കുടുംബത്തോട് മത്സരിക്കുന്നതായ മക്കളില്ലയോ? സ്വന്തം ഭാര്യ പോലെ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട നിലയ്ക്ക് ആഹാരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പരസ്യമായി നടുറോഡുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധത്തിന്റെ സംഘടന നടത്തുന്ന, പ്രതിഷേധ സമരം നടത്തുന്നത് ഇന്നത്തെ ആധുനിക തലമുറക്ക് നേരെ കാണുകയാണ്. എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് ഈ തലമുറ എത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ എത്ര വിശപ്പ് സഹിച്ചിട്ടാണ് അവർ നിലകൊണ്ടിട്ടുള്ളത്. 480 കിലോമീറ്റർ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് മദീനയിലെത്തി സുന്ദരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോ അവിടെയും ഞങ്ങൾ നിങ്ങളെ താമസിപ്പിക്കില്ല, നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീന മണ്ണിലേക്ക് മക്കയിൽ നിന്ന് 10,000-ഓളം വരുന്നതായ ശത്രുക്കൾ പ്രവാചകരെയും അനുയായികളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരുമ്പോ അവർക്ക് യുദ്ധമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ 2 മലകൾക്കിടയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ട് നമുക്ക് രക്ഷാകവചം തീർക്കാമെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുമ്പോ നബി തങ്ങൾ അലിയായുടെ വാക്ക് കേട്ടുകൊണ്ട് 2.5 കിലോമീറ്ററോളം ദൈർഘ്യതയിലുള്ള വിശാലമായ കിടങ്ങ് കുഴിച്ചു നിൽക്കുമ്പോ വിശന്ന് വലഞ്ഞ സ്വഹാബത്ത് പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് വയറിൽ വെച്ച് കെട്ടിക്കൊണ്ട് നിലകൊള്ളുന്നു. അവർ നോക്കുമ്പോ റസൂലുള്ളാഹി അതാ ആവേശത്തോടുകൂടി വികാസമായിട്ട് കിടങ്ങ് കുഴിക്കുകയാണ്. ഒരു ശക്തമായ കാറ്റങ്ങടിച്ച് വീശി നബി തങ്ങളുടെ മുകളിൽ കിടന്ന ഉത്തരീയം ഒന്ന് പറന്നു. ഞങ്ങൾ നോക്കുമ്പോ നബി തങ്ങളുടെ വയറ്റിൽ 2 പാറക്കല്ല് 2 സൈഡിലായി കെട്ടിവെച്ചിരിക്കുന്നു. വിശപ്പിന്റെ വിളിയാളം റസൂലുള്ളാഹിക്ക് വല്ലാതെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതൊരു സാദാസീത മനുഷ്യനല്ല. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ വിശപ്പിന്റെ കാഹളം മുറുക്കി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീനയിൽ ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്നത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ്
നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനാണ് വിശന്ന് വലഞ്ഞതിന്റെ പേരിൽ 2 പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് വയറിലേക്ക് ചേർത്ത് വെച്ച് തുണി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പ്രവാചകർ നിൽക്കുന്നത്. ഇത് കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് സഹിച്ചില്ല. ഞാൻ വേഗം വീട്ടിലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വിഷമം പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അല്പം ഇതാ കഷ്ണമുണ്ട്, അല്പം ഇതാ മാംസമുണ്ട്, നബി തങ്ങൾക്ക് വേണിക്കാം, നബിയും കൂടെ 2 പേരെയും ക്ഷണിക്കാം. അങ്ങനെ പത്തിരി മാവ് കൊണ്ട് ചുടാൻ കൽപ്പിച്ച് ഞാൻ വേഗം നബിയെ വിളിക്കാൻ പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, തങ്ങൾക്കും 2 പേർക്കുമുള്ള അവസരമുണ്ട് റസൂലേ, വീട്ടിലേക്കൊന്ന് വന്നാലും വിശന്ന് വലഞ്ഞു നിൽക്കുകയല്ലേ, തങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം റസൂലേ, എൻ്റെ വീടൊന്നടുത്താണ്, വരുമോ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ ക്ഷണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൈയടിച്ചിട്ട് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, സ്വഹാബ, നമുക്കെല്ലാം വിരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. സൽക്കാരത്തിന് വേണ്ടി റസൂലുള്ള ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഒരാളെയല്ല, 2 പേരെയല്ല, 3 പേർക്കുള്ള ഭക്ഷണ തലികയിലേക്ക് 1500 പേരെ ക്ഷണിക്കുകയാണ്. ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ മനോഹരമായ ചരിത്രമാണ്. 10 പേരെ വിരുന്നൂട്ടുന്നെടുത്ത് 20 പേരും ഒക്കെ, ഒരു 30 പേരും ഒക്കെ, 50 പേര് ശരി. ഇത് എത്ര പേരെയാണ്? 3 പേർക്കുള്ള പത്തിരി കഷ്ണത്തിലേക്ക് 1500 പേരെ വിരുന്നൂട്ടാൻ നബി തങ്ങൾ ക്ഷണിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമനീര് കൊണ്ട് അതിൽ കലർത്തി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. എന്നിട്ട് ആ പത്തിരി ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നു. അവസാന താളം കഴിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും കഴിച്ചു, റസൂലുള്ളാഹിയും കഴിച്ചു, വീട്ടുകാരും കഴിച്ചു. 1500ഓളം വരുന്ന ആളുകൾക്ക് പരിപൂർണമായി വിശപ്പടക്കാൻ അന്നത്തെ പത്തിരി കൊണ്ട് കഴിഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ, ഇതൊരു സാദാ സീത മനുഷ്യനല്ല. വമിനൽ സീരി സഖാവ അത്അമ ജൈശഹു ഹത്താ തഫവ യസീറുഹു ലം യൻഫദി. തന്റെ സൈന്യത്തെ മുഴുവനും ഭക്ഷണം കൊടുത്തുകൊണ്ട് പാനീയം കൊടുത്തു കൂട്ടിയ വ്യക്തിയാ. ഒരൽപ്പം പോലും കുറവ് വന്നിട്ടില്ല, ഒരൽപ്പം പോലും ഇല്ലാതായിട്ടില്ല. കുറവ് വന്നു, അത് വടിച്ചെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല, തീരുന്നില്ല. അതങ്ങനെ തന്നെ, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. ഇതൊരു സാദാ സീത മനുഷ്യനാണോ ചിന്തിക്കുക? ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അല്പനേരം നബി തങ്ങളും സ്വഹാബത്തും ഇരുന്നു. ഏത് യാത്രയിൽ അങ്ങനെ തന്നെയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്പനേരം എവിടെയെങ്കിലും വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയിലെ മരണവാർത്ത നബി തങ്ങൾ സ്വഹാബത്തുമായി പങ്കുവെക്കുന്നു. മുനാഫിക്കീങ്ങളുടെ നേതാവായ കപട വിശ്വാസികളുടെ നേതാവായ റിഫാ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റിഫാ മരിച്ചു എന്ന് പറഞ്ഞു. റിഫാ എന്ന് പറഞ്ഞത് അന്ന് അക്കാലഘട്ടത്തിലെ മദീനയിലെ മുനാഫിക്കീങ്ങളുടെ കപട വിശ്വാസികളുടെ നേതാവാണ്. അപ്പൊ ഈ യുദ്ധത്തിലും കുറച്ച് കപട വിശ്വാസികൾ കൂടെ കൂടിയിട്ടുണ്ട്. അവര് പറഞ്ഞു, എന്താ ഈ ചങ്ങായി പറയുന്നു? മുഹമ്മദ് നബി എന്താ പറയുന്നത്? നമ്മളാണ് ഇനിയും പോകാനായിട്ട് കിലോമീറ്ററുകൾ എങ്ങോട്ടേക്ക്? മദീനയിലേക്ക്. ഇവിടെ നിന്ന് മൂപ്പരങ്ങ് പറയുക റിഫാ മരിച്ചു, നമ്മുടെ നേതാവ് മരിച്ചു എന്നൊക്കെ വെറുതെ ഇങ്ങനെ എന്തിനാ പറയുന്നത്? ഇങ്ങനെ എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നത്? വെറുതെ പറയാൻ എന്ന അർത്ഥത്തിൽ ഇവർ സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിധങ്ങൾ പറഞ്ഞു, അതെ, നമുക്ക് യാത്ര തുടരാം. എല്ലാവരും അവരുടെ ഒട്ടകം, എൻ്റെ ഒട്ടകം എന്തി, ഒട്ടകത്തെ റെഡിയാക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം കാണുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഒട്ടകത്തെ കെട്ടി. ഒട്ടകത്തെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒട്ടകം അതിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മുനാഫിക്കുകൾ ഒന്നുകൂടി ഇളകി. അങ്ങ് കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന റിഫാ മരിച്ച വിവരം ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്ത് കെട്ടിയിട്ടിരുന്നതാകുന്ന ഒട്ടകം എവിടെയെന്ന് ഇപ്പൊ അന്വേഷിക്കുന്നത് മുഹമ്മദ്. ഇങ്ങനെയാണ് ഇപ്പൊ വലിയ തൈലി എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങോട് തീരേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഒട്ടകത്തെയാണോ നിങ്ങൾ ഈ പറഞ്ഞ നീതിക്ക് ആക്ഷേപിച്ചിട്ടുള്ളത്? എന്നാൽ മനസ്സിലാക്കണേ, അല്പം മുന്നോട്ടൊന്ന് പോകണം.
ആ കാണുന്നതായ വലിയതാകുന്ന മരത്തിന്റെ ചുവട്ടിൽ എന്റെ ഒട്ടകമുണ്ട്. നിങ്ങൾ പോയി ഒന്ന് നോക്കണം. 2 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ ഒട്ടകം എത്തിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് ആ മരത്തിൻ്റെതായ ശിഖരങ്ങളിലേക്ക് അതിൻ്റെതായ വേരുകൾ ഉടക്കിക്കൊണ്ടവിടെ കടപ്പുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. فإن فضل رسول الله ليس له حد فيعرب عن هناتق بفمي. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം എത്രമേൽ പറഞ്ഞാലും ഒരിക്കലും തീരുവയില്ല. നബിതങ്ങൾ ആരാ? അനുസാരക്കാരനാണോ? പോയി നോക്കി സ്വഹാബത്ത് പോയി നോക്കുമ്പോൾ ശരിയാണ്, നബിയുടെ ഒട്ടകം 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലുള്ള അതിന്റെ വേരിൽ അതിന്റെ കടിഞ്ഞാണ് ഉടക്കി അവിടെ നിൽക്കുകയാണ്, സ്റ്റോപ്പായി. ഇവിടുന്ന് അഴിഞ്ഞു പോയതാ. നബി കറക്റ്റ് ആ വൈബ് പറഞ്ഞു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മദീനയിലെത്തി നോക്കുമ്പോ റിഫാ മരിച്ചിട്ടുണ്ട്, മുനാഫിക്കുകളുടെ നേതാവ് മരിച്ചിട്ടുണ്ട്. അന്വേഷിച്ചു. നബിതങ്ങൾ പറഞ്ഞ സമയം കൃത്യം, കൃത്യം. നബി എപ്പോഴാണ് പറഞ്ഞത്, പ്രവചിച്ചത്, ആ സമയത്ത് തന്നെയാണ് റിഫാ മരിച്ചത്. സുബ്ഹാനല്ലാഹ്. ആളുകൾ അത്ഭുതപരതന്ത്രരായി. അപ്പോഴാണ് സ്വഹാബത്തിൽ പല ആളുകൾ മുനാഫിക്കീങ്ങൾക്കും വിശ്വാസം രൂഢമൂലമാകുന്നത്. ഇതൊരു സാധാ സീത മനുഷ്യനല്ല. ഇന്നുമുണ്ട് അത്തരത്തിലുള്ള മുനാഫിക്കുകൾ. നബി തങ്ങളൊരു സാധാ മനുഷ്യനാണെന്ന് പറയുന്ന അത്തരക്കാരായ ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. തിരിച്ചറിഞ്ഞോ? ഇതൊരു സാധാ സീത മനുഷ്യനല്ല. യുദ്ധം കഴിഞ്ഞു വരുന്ന ഒരു സമയത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഒരു സ്ഥലത്ത് തമ്പടിച്ചു. എഴുന്നേൽക്കുന്ന സമയത്ത് കൂരാകൂരു ഇരുട്ടാണ്. യാത്ര തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒട്ടകത്തിന്റെ കയറ് കാണുന്നില്ല, വെച്ച സാമഗ്രികൾ കാണുന്നില്ല, മരുഭൂമിയിലാണ്. നബി തങ്ങൾ പറഞ്ഞു ഇപ്പോൾ പോകണം. ആളുകൾ പറഞ്ഞു എങ്ങനെ പോകും, വെളിച്ചമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅശാറ ബിയദിഹി, തന്റെ വലത് കൈ ഉയർത്തുകയാണ്. മാഷാ അല്ലാഹ്, കയ്യിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് അടിച്ചു വീശുകയാണ്. ആ പ്രകാശത്താൽ തങ്ങളുടെ സാമഗ്രികൾ കണ്ടെടുത്തു എന്ന് സ്വഹാബത്ത് ലോകത്തോട് പറയുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ നെയ്തുകൊണ്ടിരിക്കവേ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീണുപോയി. ആയിഷ ഉമ്മ പറയുകയാണ്, നിലത്ത് വീണ് കിടക്കുന്ന ചെറിയ സൂചി ഞാനിങ്ങനെ കൈകൊണ്ട് തപ്പിത്തടഞ്ഞു, കിട്ടുന്നില്ല. കൂരാകൂര് ഇരുട്ടാണ്. വീട്ടിനുള്ളിൽ കടന്നു വരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരുടെ മുഖത്ത് നിന്ന് ശരീരത്തിന് നടിച്ചു വീശിയ പ്രകാശത്താൽ നിലത്ത് വീണു പോയതാകുന്ന എന്റെ സൂചി ഞാൻ കണ്ടെടുത്തു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു സാധാ മനുഷ്യനാണോ ഇവിടെ ചിന്തിക്കുന്നത്? ആ പ്രവാചകരെ പഠിക്കണ്ടേ, കൂടുതലായി മനസ്സിലാക്കണ്ടേ? ഇതൊരു സാധാ സീത മനുഷ്യനാണെന്ന് ഈ സമുദായം അറിയണ്ടേ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് ആ നബിയുടെ കയ്യിൽ നിന്നാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസരി ഫാനീലു മിസ്രിൻ ثم ബാഖിൽ അൻഹുരി. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? സംസമാണോ? അല്ല, ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത സംസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നബിയുടെ കയ്യിൽ നിന്ന് ധാരാളം പ്രാവശ്യം വെള്ളം പ്രവഹിച്ചിട്ടുണ്ട്. ഒരു വട്ടമല്ല, ഹുദൈബിയയിൽ മാത്രമല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഞങ്ങൾ ഒരു യാത്ര പോയി. ആ യാത്രയിൽ ഞങ്ങൾ വെള്ളമില്ലാതെ വിഷമിച്ചു. അസറിന്റെ സമയമായി. അപ്പൊ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫഖദിനൽ മാ, നബി ഞങ്ങളെ വെള്ളമില്ല, ഒളു എടുക്കാൻ വെള്ളമില്ല. നബി ഞങ്ങൾ ചോദിച്ചു, അല്പമെങ്കിലും വെള്ളം ബാക്കിയുണ്ടോ? ഉണ്ട്. യാത്രയാകുമ്പോൾ എപ്പോഴും തോൽപാത്രത്തിൽ വെള്ളം സൂക്ഷിക്കും. ഒരല്പം വെള്ളമുണ്ട്, കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅദ്ഖല യദഹു, നബിയുടെ കൈ അതിലേക്ക് പ്രവേശിപ്പിച്ചു. ഫറഅയ്നൽ മാഅ യംബഉ മിൻ അസാബിഹി, സ്വഹാബത്ത് പറയാൻ, നബിയുടെ വലത് കൈയിൽ നിന്ന് മുസബ്ബിഹാവരിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നത് ഞങ്ങൾ നേർക്ക് നേരെ കണ്ടു. മാഷാ അല്ലാഹ്. സ്വഹാബത്ത് പറയാൻ,
സ്വഹാബത്ത് ചോദിച്ചു, ഈ സംഭവം പിന്നീട് വിവരിച്ചപ്പോ ചോദിച്ചു, കം കുന്തും, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? പറഞ്ഞു, നഹ്വ സമാനീൻ, ഞങ്ങൾ 80 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 80 പേരുണ്ടായിരുന്നു. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മറ്റൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞങ്ങൾ ഒരു യാത്രാവേളയിൽ വെള്ളമില്ലാതെ വിഷമിച്ചു. മരുഭൂമിയിലൂടെയാണ്, ഇന്നത്തെ പോലെയല്ല. വെള്ളം കിട്ടുന്ന സാഹചര്യങ്ങൾ കുറവ്, കിണറുകൾ കുറവ്, ഉറവകൾ കുറവ്. നബിയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. വേറെ ആരോട് പറയാനാണ്? ളുഹറിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് കൈയിറക്കി വെച്ചു. ഞങ്ങൾ അന്നും കണ്ടു വെള്ളം ഇങ്ങനെ പ്രവഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കുടിച്ചു, വുളൂ ചെയ്തു, നിസ്കരിച്ചു. സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, കം കുന്തും, നിങ്ങൾ എത്ര പേരായിരുന്നു? 300, ഞങ്ങൾ 300 പേരായിരുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്ര പേരാണ്? 80 പേര് ആദ്യം പറഞ്ഞത്. ഇപ്പൊ എത്ര പേരാ പറഞ്ഞത്? 300 പേര്. എവിടുന്നാ വെള്ളം വന്നത്? നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിക്കണം. സാധാരണ നമ്മുടെ കൈ മുറിച്ചാൽ രക്തമാണ് വരുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഹിജറയുടെ 6-ാം വർഷം ദുൽഖഅദയുടെ മാസം ഒരു തിങ്കളാഴ്ച ദിവസം പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ നിന്ന് 1500ഓളം സ്വഹാബത്തുമായി പരിശുദ്ധമായ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കടന്നു വരുന്നു. ഏകദേശം 1000ഓളം പേര് നബി തങ്ങളോടൊപ്പം ദുൽഹുലൈഫയിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ഹജ്ജിന്റെ മീഖാത്തുകളിൽപ്പെട്ട മീഖാത്താണ് ദുൽഹുലൈഫ. അവിടെ നിന്ന് 1000ഓളം പേര് നബി തങ്ങളോടൊപ്പം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. കുറച്ചാളുകൾ 350ഓളം ആളുകൾ ജുഹഫ എന്ന് പറയുന്ന ഹജ്ജിന്റെ മറ്റൊരു മീഖാത്താണ്, അവിടെ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. കുറച്ചുപേര് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തില്ല. 100ഓളം പേരുകൾ അങ്ങ് എത്തിയിട്ട് നോക്കാം എന്ന നിലയ്ക്ക് അവരും നിന്നു. ഹില്ലിൽ നിന്ന് മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ആ നിയ്യത്തിൽ അവരും ഇഹ്റാം ചെയ്യാതെ അവർ പിന്നീട് ഇഹ്റാം ചെയ്യാമെന്ന നിലയ്ക്ക് അവർ നിന്നു. 1500 പേരാണ്. എല്ലാവരും വന്നു. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ളതാകുന്ന യാത്ര 450 കിലോമീറ്റർ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോ നബിതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. നബിയുടെ ഒട്ടകം മുട്ടുകുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആളുകൾ പറഞ്ഞു, ഖലഅത്തിൽ ഖസ്വ, നബിയുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ഗുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങി. നബിയുടെ അനുവാദം വാങ്ങാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാതെ, നിർദ്ദേശിക്കാതെ ഒട്ടകം മനഃപൂർവ്വം അങ്ങനെ മുട്ടുകുത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലഅത്തിൽ ഖസ്വ, ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ഒരിക്കലും കുരുത്തം കെട്ട ഒട്ടകമൊന്നും അല്ല, മറിച്ച് വലാകിൻ ഹബസഹാ ഹാബിസുൽ ഫീൽ, അബ്രഹത്തും കൂട്ടരും ആനപ്പടയാളികൾ പരിശുദ്ധമാക്കപ്പെട്ട കാബാലയം തകർക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ആ ആനപ്പടയാളികളെ തടഞ്ഞതാകുന്ന പടച്ചറപ്പാണ് എന്റെ ഈ ഒട്ടകത്തെയും ഇവിടെ തടഞ്ഞു നിർത്തിയത്. മക്കയിൽ നിന്ന് 20 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ് ഹുദൈബിയ. ഇന്ന് നിങ്ങൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ പല ആളുകളും ഹുദൈബിയയിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യലുണ്ട്. മക്കയുടെ പുറത്തുള്ളതാകുന്ന പരിശുദ്ധമായ സ്ഥലമാണ്, ഹില്ലിൽപ്പെട്ടതാകുന്ന സ്ഥലം, ഹറമിന് പുറത്തുള്ള സ്ഥലമാണ്. അല്ലാഹു പോകാനും കാണാനും അവിടെ നിസ്കരിക്കാനും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വലിയ സംഭവം നടന്ന വിഷയമാണ്. ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇപ്പൊ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഹുദൈബിയ സന്ധി നടന്നത് അവിടെയാണ്. ശത്രുക്കളെ തടഞ്ഞു. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല, മക്കയിലേക്ക് എത്താൻ പറ്റൂല, ഉംറ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ വർഷം നിങ്ങൾ തിരിച്ചു പോകണം, വേണമെങ്കിൽ അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും തിരിച്ചയച്ച വലിയ സംഭവം നടന്ന ഹുദൈബിയ സന്ധി നടന്ന സ്ഥലമാണത്. അവിടെ വെച്ച് രാത്രിയിൽ വെച്ച് സ്വഹാബത്തിന് വെള്ളമില്ലാതായി. എത്ര പേരാണ്? 80ഓ 300ഓ അല്ല, 1500ഓളം പേരാണ്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. 1500 പേര് ഒരു രാധയായിട്ട് ഇങ്ങനെ പോവാണ്, അതും മരുഭൂമിയിലൂടെ. അവരെ തമ്പടിക്കുന്ന സ്ഥലത്ത് ഉള്ള വെള്ളം മുഴുവൻ തീർന്നു. കാരണം മക്ക വരെ കണക്കാക്കിയിട്ടാണ് വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത്. വെള്ളമൊക്കെ തീർന്നു. ഒതുവെടുക്കാൻ വെള്ളമില്ല. നേരം വെളുത്താൽ ഒതുവെടുക്കാൻ വെള്ളമില്ല. വലിയ പരീക്ഷണം കൂടി അല്ലാഹു കൊടുത്തു. ചില ആളുകൾക്ക്, സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് സ്വപ്നസ്ഖലനവും ഉണ്ടായി. ക്ഷീണം മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പരീക്ഷണം കൊടുത്തതാണ്. സ്ഖലനവും ഉണ്ടായി. കുളിക്കൽ വാജിബാണ്. നേരം വെളുക്കുമ്പോൾ അവർക്കൊക്കെ കുളിയും വേണം. എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് നബിയോട് സങ്കടം പറഞ്ഞു, നബിയെ കുളിക്കണം, വെള്ളമില്ല. ഒളു ചെയ്യണം, വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ല. ആകപ്പെട്ടിരിക്കുകയാണ്, മരുഭൂമിയിലാണ്. എന്ത് ചെയ്യും?
ഉപയോഗിച്ച് വെള്ളം വല്ലതും ഉണ്ടോ? എപ്പോഴും ചോദിക്കുന്നവരെ ഉണ്ട് നബി, ഒരു തോൽപാത്രം കുറച്ച് വെള്ളമുണ്ട്, അതും കൊണ്ടോ, ബിസ്മില്ലാ. പതുക്കെ അതിലേക്ക് അങ്ങോട്ട് കൈയിറക്കി വെച്ചു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഇവിടെ നമ്മൾ പറയുന്നവരെ ഏതെങ്കിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇരുന്ന് ഡയലോഗ് എഴുതുപോലെയല്ല. നബി തങ്ങളുടെ സാധാരണ മനുഷ്യനല്ലാന്ന് ഈ ഉമ്മത്ത് നല്ലതുപോലെ ചരിത്രം അറിയണം. ഇതൊക്കെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇത് റബീഉൽ അവ്വൽ അല്ലാതെ പിന്നെ എപ്പോഴാണ് പഠിക്കേണ്ടത്? ഈ മാസത്തിലൂടെ പഠിച്ചിട്ടെങ്കിലും പ്രവാചകർക്ക് ഒരു 10 സലാത്ത് ദിനേന ചെല്ലുന്നവരായി നമ്മുടെ മക്കൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅദ്ഖല അസാബിഹു, തങ്ങളുടെ യദഹു തന്റെ വലത് കൈ അങ്ങോട്ട് ഇറക്കി വെച്ചു. മാഷാ അല്ലാഹ് റഅയ്നൽ മാഅ യംബഉ മിൻ അസാബിഹി. സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ വലത് കൈയിൽ നിന്ന് അവിടുത്തെ മുസബ്ബിഹ വരലിന്റെയും നടുവരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം അങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഒരു മോട്ടോർ വളരെ മനോഹരമാകുന്ന കിണറിൽ വെച്ചുകൊണ്ട് കിണറ്റിലെ വെള്ളം ടാങ്കിലേക്ക് അടിക്കുമ്പോ എത്ര സ്പീഡിലാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്, അതിനേക്കാൾ ശക്തിയിൽ, അതിനേക്കാൾ മാധുര്യത്തോടുകൂടി നല്ല ശുദ്ധജലം നബി തങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നു. 1500 വരുന്ന സഹാബത്ത് അത് ഉപയോഗപ്പെടുത്തുകയാണ്. മാഷാ അല്ലാഹ്. സഹാബത്ത് പറയുകയാണ്, ഞങ്ങളിൽ പല ആളുകളും അതുകൊണ്ട് കുളിച്ചു. പലർക്കും തലേ ദിവസം സ്ഖലനമുണ്ടായിട്ടുണ്ട്, അവർ കുളിച്ചിട്ടുണ്ട്, wudu ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്, ആവശ്യം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്ത് ആവശ്യത്തിന് ശേഖരിച്ചു എന്ന് കഴിഞ്ഞു വന്നപ്പോ നബി തങ്ങൾ ആ കൈയങ്ങോട്ട് വലിക്കുകയാണ്. ആ വെള്ളം പ്രവഹിക്കൽ നിന്നുപോയി എന്ന് സഹാബത്ത് ലോകത്തോട് പറഞ്ഞുവെങ്കിൽ ലോക ചരിത്രത്തിൽ പണ്ഡിതന്മാർ അടയാളപ്പെടുത്തുന്നു. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബാ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചതായ വെള്ളമില്ലേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളമാണത്. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വെള്ളം ലോകത്തുണ്ടായിട്ടില്ല. അതന്ന് കിട്ടിയതാകുന്ന സഹാബത്തിന് കിട്ടി, പിന്നീട് ലോകത്ത് കടന്നു വന്നിട്ടില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട വെള്ളമില്ലേ, കഅബയുടെ പരിസരത്ത് വെള്ളമില്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ സ്വന്തം മകനാകുന്ന ഇസ്മായിലിനെ ഒരു ഭാഗത്ത് കടത്തി ബഹുമാനപ്പെട്ടതാകുന്ന മഹദിയാകുന്ന ഹാജറ പരിശുദ്ധമാക്കപ്പെട്ട സഫാ മർവയ്ക്കിടയിൽ ഓടിയ രംഗം ലോക ചരിത്രമല്ലേ. ഇന്നും അത് നിലനിർത്തിക്കൊണ്ടല്ലേ സഅയ് ചെയ്യുന്നത്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ പച്ച ലൈറ്റ് കൊടുത്തതാകുന്ന ഭാഗത്ത് ചെറുപ്പക്കാർ, യുവാക്കൾ, പുരുഷന്മാര് തോള് കുലുക്കിക്കൊണ്ട് റമൽ നടത്തുന്നത് കണ്ടിട്ടില്ലേ? കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്പീഡിലായി നടക്കുന്നത് കണ്ടിട്ടില്ലേ? വെള്ളമില്ലാതെ വിഷമിച്ച സമയത്ത് ഹാജറ ഉമ്മർ റളിയല്ലാഹു അൻഹ ഓടിയതിന്റെ പശ്ചാത്തലമാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പൊന്നുമോന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചതാകുന്ന സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചതായ വെള്ളം 2ാം സ്ഥാനമാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥാനം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ് എന്ന് ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും ഇജ്മാഅാണ്, എല്ലാവരും അംഗീകരിച്ചു. നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചത്. കാരണം ഈ പ്രവാചകനാരാ? അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാൻ. ഇതിന്റെ മുകളിൽ വേറെ ഒരാളും ഇല്ല. ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വന്നിട്ടുള്ളതാകുന്ന അംബിയാ മുർസലീങ്ങളുടെ എണ്ണം 1,24,000. അതിൽ ഏറ്റവും മഹത്തുക്കൾ നബിമാരെക്കാൾ മഹത്വമുള്ളവരാണ് റസൂലുകൾ. കാരണം ഇസ്ലാമികമാകുന്ന ആദർശം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, ജനങ്ങളെ അതിലേക്ക് പ്രബോധനം ചെയ്യുന്ന ജോലി കൂടി ആർക്കുണ്ട്? റസൂലുകൾക്കുണ്ട്. അപ്പോൾ 1,24,000 നിന്ന് 313 പേരെ തന്നെ അള്ളാഹു ഗ്രേഡ് കൂട്ടി. അവരാണ് റസൂലുകൾ. ഈ 313 പേരിൽ നിന്ന് തന്നെ 5 പേർക്ക് പ്രത്യേക ഗ്രേഡ് കൊടുത്തു. ഉലുൽ അസ്മ, മഹാനാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ 5 പേരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മഹാനായ ബുസീരി ഇമാം റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ബുർഉദ്ദ രചിക്കാൻ, തളർവാദം വന്ന് പക്ഷാഘാതം വന്ന് സുഖമില്ലാതെ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവർ നിയ്യത്ത് വെച്ചു, ഞാൻ നബി തങ്ങളുടെ മദ്ഹ് ചെയ്യാം. അങ്ങനെ 160ഓളം ബൈത്തുകൾ രേഖരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഇറങ്ങി തിരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, വമുൻദു അൽസംതു അഫ്കാരി മദായിഹു വജതുഹു ലിഖലാസി ഖൈറ മുൽതസിമി. നബി തങ്ങളുടെ പേരിൽ മദ്ഹ് ചെയ്യാൻ ഞാൻ കരുതി. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ എന്റെ രോഗം പരിപൂർണമായി ശമനമായി എന്ന് മഹാനായ ബുസീരി ഇമാം റളിയല്ലാഹു അൻഹു. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ നബി തങ്ങളെ കാണുന്നു. നബി വന്നുകൊണ്ട് എന്റെ ശരീരത്തിൽ തടവി. എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്നെ തളർവാദം ശിഫയായി എന്ന് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു വാക്ക് എഴുതിയപ്പോൾ വല്ലാതെ ആശങ്കയിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി നബി തങ്ങൾ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. നബി തങ്ങൾ ഒരു മനുഷ്യനാണ്, അത്യുൽകൃഷ്ടനായ വ്യക്തിയാണ്. നബിയെ എല്ലാ നിലക്കും പുകഴ്ത്തി പുകഴ്ത്തി വാഴ്ത്തി വാഴ്ത്തി അവസാനം ഞാൻ എഴുതി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. നബി തങ്ങൾ ഉന്നതനായ ശ്രേണിയിലുള്ള മനുഷ്യനാണ്. അടുത്ത വരി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം, എന്ത് പുകഴ്ത്തിയാലാണ് ഇതിനേക്കാൾ മെത്തറായിട്ടുള്ള ഒരു വഴി വരിക? അങ്ങനെ ഞാൻ ഉറക്കിലേക്ക് പോയി. സ്വപ്നത്തിൽ കടന്നു വരുന്നു. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. ആശങ്ക പറഞ്ഞപ്പോൾ നബി തങ്ങൾ ബാക്കിയുള്ള പദ്യം അങ്ങനെ പൂർത്തീകരിച്ച് നൽകി. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും ഏറ്റവും അത്യുത്തമരാണ് ഹബീബായ നബി തങ്ങൾ. എഴുതിക്കോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ വരികളാണ് ശേഷമായി എഴുതിയത് എന്ന് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിയാ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അന്നുണ്ടായിരുന്ന സ്വഹാബത്തിന്, അന്ന് നബി തങ്ങളോടൊപ്പം യാത്രകളിൽ സഹവസിച്ചിരുന്ന സ്വഹാബത്തിന് കിട്ടിയിട്ടുള്ള നബി തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ് അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ. നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹു നബിയെ മനസ്സിലാക്കുന്ന, ആ നബിയെ ആദരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഉപകരിക്കുന്ന എന്തെല്ലാം അമലുകളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. അവസാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റൂഹ് പിടിക്കുന്ന വേളയിൽ ലോകത്തുള്ളതാകുന്ന മുഅ്മിനീങ്ങളുടെ റൂഹുകളെ പിടിക്കുമ്പോഴുള്ള വേദനകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അത് വലിയ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ ആ സക്കറാത്തിന്റെ ഹാലിലെ വേദന എനിക്ക് നൽകൂ അസ്റായീലേ എന്ന് പറഞ്ഞ നബി മുഹമ്മദ് റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ദുഹാ, വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാ. തങ്ങൾക്ക് നാളെ ഒരു വലിയ തരൽ അല്ലാഹു തരും. അന്ന് തങ്ങൾ സംതൃപ്തിപ്പെടും. ഫതറല്ലാ, തങ്ങൾ സംതൃപ്തിപ്പെടുന്ന നിലക്കുള്ള വലിയതാകുന്ന തരൽ, ശഫാഅത്തുൽ ഉളുമ അല്ലാഹു നിങ്ങൾക്ക് തരും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, വലാ അറല്ലാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തി
തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവേ വലാ അറല്ലാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. നാളെ നീ എനിക്ക് തരുമ്പോ എനിക്ക് തരേണ്ടത് എന്തെന്നറിയുമോ? എന്റെ സമുദായത്തിൽ ഒരാളെങ്കിലും കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സംതൃപ്തിയില്ല അല്ലാ, ഞാൻ പൊരുത്തപ്പെടില്ല അല്ലാ. അത്രത്തോളം ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഭവം പറഞ്ഞ, ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച, സക്കറാത്തിന്റെ ഹാലിൽ പോലും മരണത്തിന്റെ വേദന, ഉമ്മത്തിന്റെ വേദന കൂടി എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്ത് ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരെയാണ് ചെറുപ്പക്കാരാ നീ സ്നേഹിക്കേണ്ടത്? ആരെയാണ് പെങ്ങളെ നീ കാമിക്കേണ്ടത്? ആരോടാണ് നീ പ്രേമം വെക്കേണ്ടത്? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ് പരിശുദ്ധ ഹുബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ നബിയാണ് നമ്മൾ പ്രിയം വെക്കേണ്ടത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്നേക്കാൾ നിങ്ങൾക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം എന്നെ ആവുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവൂല. ഉമർ റളിയല്ലാഹുവിനോട് പോലെ പറഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളെയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഈ സംഭവം. നബി പറഞ്ഞു, നീ യഥാർത്ഥ മുഅ്മിനായില്ല, എന്നേക്കാൾ നിനക്കിഷ്ടം മറ്റൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉടനടി തിരുത്തി, തങ്ങളെക്കാൾ എനിക്ക് മറ്റു പ്രിയമുള്ള ഒരു വസ്തുവില്ല, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം തങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥ മുഅ്മിനായത് മുഹമ്മദ് റസൂലുള്ളാഹി. അതേ ഉമർ പിന്നീട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സ്വപ്നം കണ്ടു, നല്ല തൂവള്ള കമീസ് ധരിച്ച് നിൽക്കുന്നതായിട്ട്. നബി പറഞ്ഞു, നീ ഈമാനിന്റെ പൂർണ്ണ രൂപമുള്ള വ്യക്തിയായി മാറി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? നബിയെ ഇഷ്ടം വെച്ചു. നബിയെ കൊല്ലാൻ വന്ന വ്യക്തി അവസാനം നബിയെ പ്രിയം വെച്ച് നബിയോട് മഹബത്ത് വെച്ച് അനുരാഗം വെച്ച് അവസാനം അബൂ ലുഅലത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന്റെ കുത്തേറ്റ് സുഖമില്ലാതെ കിടക്കുമ്പോ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിട്ടു, സ്വന്തം മകനെ പറഞ്ഞു വിട്ടിട്ട് പറയുന്നു, ഈ പാവപ്പെട്ട ഉമർ ഇതാ മരണാശയിൽ കിടക്കുകയാണ്, എനിക്ക് വഫാത്താകാൻ കൊതിയുണ്ട്, മരിക്കാൻ കൊതിയുണ്ട്, മറ്റൊന്നുമല്ല, എന്റെ ഹബീബിലേക്ക് ചെന്ന് ചാരണം, എന്റെ കൂട്ടുകാരനെ ചെന്ന് ചേരണം. അതുകൊണ്ട് മദീന പള്ളിയുടെ പരിസരത്തു നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിൽ അന്തിവിശ്രമം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാകുന്ന നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ചാരത്ത് ഒരു പിടി മണ്ണെനിക്ക് തരുമോ, 6 അടി മണ്ണെനിക്ക് തരുമോ? അനുവാദം ചോദിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി ജന്നത്തുൽ ബഖയിൽ അടക്കി. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ സ്വന്തം ശരീരത്തെ ഖബറടക്കാൻ വേണ്ടി കാത്തുവെച്ച എന്റെ വീടിന്റെ അകം സുഖമില്ലാതെ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. റബ്ബിന്റെ തഖ്ദീറാണ്. വഫൗക തഖ്ദീരിൻ ലില്ലാഹി തഖ്ദീറു. ഒരു കാലഘട്ടത്തിൽ ഊരിപ്പിടിച്ച ആളുമായി അഷ്റഫുൽ ഖൽഖിനെ കൊല്ലാമെന്ന മനുഷ്യന് നബി തങ്ങൾ അന്തി ഉറങ്ങാൻ കൂടെ കിടത്തിയത് അദ്ദേഹത്തെയാണ്. മനസ്സിലാക്കണം, ജനിച്ചപ്പോൾ മുസ്ലിം ആയിരുന്നില്ല, അവിശ്വാസിയായിരുന്നു, നബിയെ കൊല്ലാൻ വേണ്ടി കാതോർത്ത് നടന്ന മനുഷ്യനാണ്. അവസാനം നബിയുടെ ചാരത്ത് ഇന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് 1400 വർഷങ്ങൾക്കിപ്പുറവും രാവും പകലും ആളുകൾ ഏറ്റവും കൂടുതൽ സിയാറത്ത് ചെയ്യുന്ന ലോകത്ത് ഒരേ ഒരു മഖ്ബറയുണ്ട് എങ്കിൽ അത് മദീനയാണ്. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ലോകത്തുള്ളതാകുന്ന സർവ്വവിശ്വാസികളുടെ വിശ്വാസം, ഈമാൻ, അത് മദീനയിലേക്ക് മടങ്ങും. ഏതുപോലെ പാമ്പതിന്റെ മാളത്തിൽ നിന്ന് പുറത്ത് ഇര തേടി നടന്ന് ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം അവൻ തിരിച്ചു വന്നുകൊണ്ട് മാളത്തിൽ ഉൾവലിയുന്നത് പോലെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ഈമാൻ, വിശ്വാസം, അത് മദീനയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നും വിശ്വാസിനികൾ പോയി സലാം പറയും.
പറയുമ്പോൾ നബിക്ക് സലാം പറഞ്ഞാൽ തൊട്ട് നബിയുടെ തോളിലോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടുത്ത സലാം പറയും. മൂന്നാമത്തെ സലാം പറയുന്നത് തൊട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തോളിനോട് ചേർന്ന് കിടക്കുന്ന അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പറയാതെ അവരെ സിയാറത്ത് ചെയ്യാതെ ആരാ സഹോദരങ്ങളെ ആ കളം വിട്ട് പുറത്തു വരിക? എത്ര വലിയ സൗഭാഗ്യമാണ്. നബിയെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടത്തിന്റെ പ്രിയത്തിന്റെ അളവുകോൽ കൂടിയാൽ നബിയുടെ ചാരം എപ്പോഴും കിട്ടും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആയത്തിറങ്ങുമ്പോൾ വിഷമിച്ചതാകുന്നു സഹാബത്ത്. നബിയുടെ ചാരം കിട്ടുമെന്ന് കൊതിച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ മാംസങ്ങളും മജ്ജകളും നഷ്ടപ്പെട്ടു പോയി മെലിഞ്ഞു പോയ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു, എന്ത് പറ്റി സൗബാനെ? മാ ഗയ്യറ ലൗനക യാ സൗബാൻ. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരം നാളെ എനിക്ക് കിട്ടുമോ, നബിയുടെ ചാരത്ത് എനിക്ക് ചേരാൻ പറ്റുമോ എന്ന് ഓർത്തോർത്തിട്ട് ഞാൻ വിശപ്പ് സഹിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞ് ഞാനിങ്ങനെ മെലിഞ്ഞുണങ്ങിപ്പോയതാണ്. ദുനിയാവിനോട് പരിത്യാഗം. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് മാന്യമായ ജീവിതം നയിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കൊയ്ത് പാവങ്ങളുടെ കണ്ണീരൊപ്പി നിരാരംഭർക്ക് അവലംബമായി ഭർത്താവിനനുസരിച്ച് ഭാര്യയ്ക്ക് വേണ്ടുന്നത് കൊടുത്ത് മക്കളെ പരിപാലിച്ച് കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സമൂഹത്തോട് സമുദായത്തോട് ഇതര സമുദായത്തോട് മഹല്ലുകളോടുള്ള കടമകൾ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് മാന്യമായ ജീവിതം നയിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പമാണ്, അംബിയാ മുർസലീങ്ങളോടൊപ്പമാണ്, സാലിഹീങ്ങളോടൊപ്പമാണ്, മഹത്തുക്കളോടൊപ്പമാണ്, സച്ചരിതരോടൊപ്പമാണ് നാളെ അവരുണ്ടാവുക. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു കിട്ടിയ പ്രതീക്ഷ.